അല്ലിയാമ്പൽ. രചന വിനോദ് വി റാം. അവതരണം ജിഷ ജയരാജൻ. കുട്ടിയെ, ഇതാ പ്രസാദം വാങ്ങിച്ചോളൂ. ശ്രീകോവിലിൽ നിന്നും ഇറങ്ങി വന്ന തിരുമേനിയുടെ ശബ്ദം കേട്ട് നടയ്ക്ക് മുന്നിൽ അഞ്ജലിബദ്ധയായി നിന്ന് സുമംഗല കണ്ണു തുറന്നു. തുറന്ന ഇമകൾക്കിടയിൽ കെട്ടിനിന്ന നീർക്കണങ്ങൾ ചുവന്നു തൊടുത്ത അവളുടെ കവിളുകളിൽ ചാലുകീറി. ഛേ, എന്താ ഇത് കുട്ടിയെ, ദേവിയുടെ മുന്നിൽ നിന്ന് കരയുന്നോ? അത് കേട്ട് അവൾ കൈത്തലം കൊണ്ട് മിഴികൾ തുടച്ചു. എന്നിട്ട് തിരുമേനി നൽകിയ പ്രസാദം ഇരു കൈകളും നീട്ടി വാങ്ങി ദക്ഷിണ നൽകി. ദക്ഷിണ വാങ്ങി അനുഗ്രഹം നൽകിക്കൊണ്ട് തിരുമേനി തുടർന്നു. കുട്ടി വിഷമിക്കാതിരിക്കുക, ദേവി എല്ലാം അറിയുന്നില്ലേ? അവിടുന്ന് വിചാരിച്ച എന്താ നടക്കാത്തത്? അമ്മയെ പൂർണ്ണമായി ആശ്രയിച്ചോളൂ. മനഃപൂർവ്വമല്ല തിരുമേനി, അമ്മയുടെ മുന്നിൽ വരുമ്പോൾ അറിയാതെ മനസ്സ് തുറന്നു പോകും, അതാണ്. ശരിയാണ് കുട്ടിയെ, ഒരു കണക്കിന് മനസ്സൊന്ന് തണുക്കാൻ അത് നല്ലതാണ്. എന്നാൽ കുട്ടിയെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ചേട്ടന്മാർക്ക് ഈ കണ്ണുനീർ കണ്ടാൽ സഹിക്കാൻ പറ്റുമോ? ശരിയാണ് തിരുമേനി, എനിക്കറിയാം. ഏട്ടന്മാൻ എന്നെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ശരി, കുട്ടി പൊയ്ക്കോളൂ, ഞാൻ ലേശം ചന്ദനം അരയ്ക്കട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി നടന്നു നീങ്ങി. സുമംഗല ചെറുവത്തൂർ ഗ്രാമത്തിലെ ജന്മി കുടുംബമായ മേലേടത്തില്ലത്തിലെ ഒരേ ഒരു പെൺതരി. ഒരു ഗ്രാമത്തിന്റെ എല്ലാ ശാലീനതയും അഴകും അവളെ ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുന്നു. വിധാതാവിന്റെ സൗന്ദര്യ സങ്കല്പത്തിന്റെ മൂർത്തിമത് ഭാവമാണ് സുമംഗല. സൗന്ദര്യത്തിലും സ്വഭാവ മഹിമയിലും അവളെ വെല്ലാൻ ആ ദേശത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. 3 ആങ്ങളമാരുടെ കുഞ്ഞു പെങ്ങൾ. അതുകൊണ്ട് തന്നെ നിലത്തെങ്ങും വെക്കാത്ത പോലെയാണ് മോരും അവളെ കൊണ്ടു നടക്കുന്നത്. അവളെ സ്നേഹിക്കുന്നതിലും ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലും 3 പേരും തമ്മിൽ മത്സരമാണെന്ന് തന്നെ പറയാം. നോക്കെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽവയലും കടമ്പും കൈതയും വളർന്നു നിൽക്കുന്ന തോടും ചെറു കൈവഴികളും കൊണ്ട് മനോഹരമായ ചെറുവത്തൂർ ഗ്രാമത്തിൽ ഏക്കർ കണക്കിന് വരുന്ന പുരയിടത്തിൽ തലയുയർത്തി നിൽക്കുന്ന 8 കെട്ട് മേലെടുത്തില്ലം. 100 കണക്കിന് വരുന്ന അടിയാന്മാരുടെ അന്നദാതാവായ വാസുദേവൻ നമ്പൂതിരിയാണ് ഇപ്പോഴത്തെ കാരണവർ. കല്ലുപോലും പിളർക്കുന്ന ആജ്ഞാശക്തിയും മൃദുലമായ മനസ്സുമുള്ള വാസുദേവൻ നമ്പൂതിരി സുമംഗലയുടെ മൂത്ത ജ്യേഷ്ഠനാണ്. കീർത്തി കേൾക്കുന്ന കാർത്തിക നക്ഷത്രത്തിലാണ് ജനനമെങ്കിലും ഉദയരാശിയിൽ ലഗ്നത്തിൽ 8ാം ഭാവത്തിൽ ചൊവ്വയുടെ ആധിപത്യമുള്ളതിനാൽ വൈധവ്യയോഗം വിധിക്കപ്പെട്ട സുമംഗല ഇല്ലത്തുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് വാസുദേവൻ നമ്പൂതിരിയുടെ ഉള്ളിലെ ഒരു നോവായി അവശേഷിക്കുന്നു. മരുമക്കത്തായ സമ്പ്രദായമായതിനാൽ വാസുദേവൻ നമ്പൂതിരിയുടെ കാലശേഷം സ്വത്തൊക്കെ അന്യാധീനപ്പെട്ടു പോകുമോ എന്നൊരു ഭയവും അദ്ദേഹത്തിനുണ്ട്. കീഴ്വഴക്കമനുസരിച്ച് തറവാട്ടിലെ മൂത്ത തിരുമേനിക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. അപ്പൻ തിരുമേനിമാർക്ക് അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ തറവാട്ടുവക സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുവാനും അവർക്ക് അനുവാദമില്ല. അപ്പൻ തിരുമേനിമാർക്ക് വേണമെങ്കിൽ പുടവ കൊടുത്ത് സമാന ജാതിയിൽ നിന്നും സ്ത്രീകളെ സ്വീകരിച്ച് കൂടെ താമസിപ്പിക്കാം. എപ്പോൾ ആ ബന്ധം മടുക്കുന്നോ അപ്പോൾ പുടവ തിരികെ വാങ്ങിക്കൊണ്ട് ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, അപ്പൻ തിരുമേനിമാർക്ക് സമ്പത്തുണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഉന്നത കുടുംബങ്ങളിലെ അന്തർജനങ്ങളെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിക്കുകയും അതിൽ കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യണം. മേലെടുത്തില്ലത്തിന്റെ സ്വത്ത് സ്വാഭാവികമായും എത്തിച്ചേരേണ്ടത് സുമംഗലയ്ക്കുണ്ടാകുന്ന കുട്ടികളിലാണ്. ഈശ്വരൻ എല്ലാ സ്വാഭാവികങ്ങളും ഒരാൾക്ക് നൽകില്ലല്ലോ. ചൊവ്വാദോഷമുള്ള പെണ്ണിനെ ആര് വേളിയാക്കും? അല്ലെങ്കിൽ പിന്നെ 7ാം ഭാവത്തിൽ ചൊവ്വയോ കൂടുതൽ പാപഗ്രഹങ്ങളോ സംയോജിക്കുന്ന പുരുഷജാതകം ഒട്ടുകിട്ടണം. അറിയുന്ന എല്ലാ ദേശങ്ങളിലും അങ്ങനെ ഒരാൾക്ക് വേണ്ടി വാസുദേവൻ നമ്പൂതിരി അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. ആചാരങ്ങളിൽ പൂർണ്ണമായും പഴമ നിലനിർത്തുന്നുണ്ടെങ്കിലും സുമംഗലയ്ക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും അവർ നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോഴാണ് എതിരെ വരുന്ന കഴകക്കാരി നാണിത്തള്ളയുടെ മുന്നിൽ സുമംഗലപ്പെട്ടത്. വയസ്സ് 70നോടടുത്ത അവർ പരദൂഷണത്തിന്റെ മനുഷ്യാവതാരം എന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ പലർക്കും പേടിയാണ്. ഇവിടെ പറയുന്നതൊന്നും ആയിരിക്കില്ല മറ്റൊരിടത്ത് പോയി പറയുക. ഒഴിഞ്ഞു മാറുന്നതിന് മുൻപ് തന്നെ നാണിത്തള്ള സുമംഗലയെ കണ്ടു കഴിഞ്ഞു. അല്ല, ഇതാര്? തമ്പ്രാട്ടിക്കുട്ടിയോ? തൊഴാൻ വന്നതാണോ? എന്താ നാണിത്തള്ളേ, അമ്പലത്തിൽ തൊഴാനല്ലാതെ പിന്നെ വേറെന്തിനാ വരുന്നേ? ചിരിച്ചുകൊണ്ട് തന്നെ ഒരു തമാശ രൂപേണ സുമംഗല മറുപടി കൊടുത്തു. അല്ല തമ്പ്രാട്ടി, കല്യാണം വല്ലതും ആയോ? അത് കേട്ടതും അവളുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. അത് കണ്ട നാണിത്തള്ളയുടെ മുഖത്ത് അറിയാതെ ഒരു ചിരി മിന്നി മറഞ്ഞു. ആ, എന്ത് ചെയ്യാൻ, തമ്പുരാട്ടിക്ക് ചൊവ്വാദോഷമാണെന്ന് അറിയാത്തവർ ഏതെങ്കിലും ദേശത്തുണ്ടോ? പിന്നെ എങ്ങനെ ആരെങ്കിലും വരും? സുമംഗലയുടെ മുഖത്തേക്ക് ഏറ് കണ്ണിട്ട് നോക്കിക്കൊണ്ട്
തള്ള വേറെന്തോ പറയാൻ തുടങ്ങിയതും ഞാൻ പോകുന്നു നാണി തള്ളേ എന്ന് പറഞ്ഞ് അവൾ നടന്നു നീങ്ങി. ഹോ, ഒരു തമ്പുരാട്ടി! അവളുടെ പോക്ക് കണ്ടില്ലേ? വെറുതെ അല്ല കെട്ടാമങ്കയായി നിൽക്കുന്നത്. സുമംഗലയുടെ പോക്ക് നോക്കി തള്ള സ്വയം പിറുപിറുത്തു. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ തന്നെ താഴെ ആൽത്തറയിലുള്ള ഐവർ സംഘത്തെ അവൾ കണ്ടു. ഗ്രാമത്തിലെ ഏതു കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന 5 ചെറുപ്പക്കാർ. അവളെ കണ്ടതും എല്ലാവരും ആൽത്തറയിൽ നിന്നും ഇറങ്ങി സുമംഗലയുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും ഉണ്ടല്ലോ, ഇന്നെന്താ വിശേഷങ്ങൾ? സുമംഗല കുശലാന്വേഷണം നടത്തി. ഇന്നൊന്നുമില്ല ഓപ്പോളെ, എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനാണ് രാവിലെ ഇറങ്ങിയത്. ഏകദേശം ഒരേ പ്രായക്കാരാണെങ്കിലും അവരിൽ പലർക്കും സുമംഗല ഓപ്പോളാണ്. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവുമാണ് സുമംഗലയോട്. എന്തു കാര്യങ്ങളും അവർ അവളോട് ആലോചിച്ച് ചെയ്യുകയുള്ളൂ. അതൊക്കെ കൊള്ളാം, പക്ഷേ അതോടൊപ്പം സ്വന്തം കാര്യങ്ങൾ കൂടി നോക്കണേ. എന്നാ ഞാൻ ചെല്ലട്ടെ. സുമംഗല പോകാൻ തുടങ്ങിയതും കൂട്ടത്തിൽ നിന്നും ഓപ്പോളെ എന്ന് വിളി വന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു. എന്താ എന്താ ജിഷ്ണു? അവൻ എന്തോ പറയാൻ തുടങ്ങിയതും കൂടെയുള്ളവർ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി അത് തടഞ്ഞു. ഒന്നുമില്ല ഓപ്പോളെ, അവൻ ചുമ്മാ. ഭരതൻ പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു. അതല്ല, എന്തോ ഉണ്ട്, നിങ്ങൾ എന്തോ മറയ്ക്കുന്നു. ഇല്ലോപ്പോളെ, ഒന്നുമില്ല. വിഷ്ണു സമ്മതിച്ചുവെങ്കിലും അവരുടെ പരുങ്ങലിൽ നിന്നും എന്തോ കാര്യമുണ്ടെന്ന് തന്നെ അവൾ ഊഹിച്ചു. എന്നാൽ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഇല്ലത്തേക്ക് നടന്നു. ജിഷ്ണു എന്തിനാണ് വിളിച്ചത് എന്ന് ആലോചിച്ച് നടന്നതിനാൽ ഒരു ജോഡി കണ്ണുകൾ അവളെ പിന്തുടരുന്നത് സുമംഗലയോ അവിടെ നിന്ന് മറ്റാരെങ്കിലുമോ അറിഞ്ഞില്ല.